വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകാൻ വരട്ടെ. നമ്മളുടെ ചാനലിന്റെ ടോപ്പ് കമന്റർ ആവാനായിട്ട് കുറച്ച് സീക്രട്സ് ഉണ്ടെന്ന് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞില്ലേ. അപ്പോൾ ആ ഒരു സീക്രട്സ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. അതിന് മുന്നേ മുകളിൽ കാണിക്കുന്ന ആ ഒരു ഇമേജ് എല്ലാവരും ഒന്ന് നോക്കി വെച്ചോ. കാരണം ഇതാണ് നമ്മൾ ഇന്ന് വരയ്ക്കാൻ പോകുന്നത്. പിന്നെ വരയ്ക്കാൻ പോകുന്നതിന് മുന്നേ ഞാൻ ഒരു കാര്യം പറയാം. ഇത് കംപ്ലീറ്റ്ലി ഫ്ലോപ്പ് ആയിട്ടുള്ള ഒരു ഡ്രോയിങ് ആണ്. നമ്മുടെ ചാനലിൽ ഓണം ഗീവ് അവേ കഴിഞ്ഞിട്ട് അതിന്റെ കൂടെ ചെറിയൊരു ഗീവ് അവേ കൂടി ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അതിന്റെ വിന്നറിനെ ഈ മാസം 20-ാം തീയതിയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വിന്നർ ആവാനായിട്ട് നമ്മളുടെ സബ്സ്ക്രൈബർ ആയിരിക്കണം, അതുപോലെ തന്നെ ടോപ്പ് കമന്റർ ആവണം. ഇനി ടോപ്പ് കമന്റർ ലിസ്റ്റിൽ നിങ്ങളുടെ പേര് വരാനായിട്ട് കുറച്ച് സീക്രട്സ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ നിങ്ങൾ നമ്മളുടെ എല്ലാ വീഡിയോസിനും ലൈക്കും അതുപോലെ തന്നെ കുറെ അധികം കമന്റ്സും ചെയ്യുക. ഏറ്റവും കൂടുതൽ കമന്റ് ചെയ്യുന്ന ആളാണ് കേട്ടോ ടോപ്പ് കമന്റർ ലിസ്റ്റിൽ ഫസ്റ്റ് വരുന്നത്. ഇനി ഒന്നും കൂടി ക്ലിയർ ആയിട്ട് പറയാനാണെങ്കിൽ യൂട്യൂബ് സ്റ്റുഡിയോയിൽ നിങ്ങളുടെ കമന്റ് സെക്ഷൻ എടുത്തു കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ വ്യൂ ഓൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കമന്റ് ചെയ്യുന്ന നമ്മളുടെ വീഡിയോസിനൊക്കെ ലൈക്ക് ചെയ്യുന്ന ആൾക്കാരെ കാണാൻ പറ്റും. ഇപ്പൊ സംഭവം മനസ്സിലായില്ലേ? ഈ ഒരു ലിസ്റ്റിൽ ഏറ്റവും ടോപ്പ് ആയിട്ട് നിൽക്കുന്ന ആളെയാണ് നമ്മൾ വിന്നർ ആയിട്ട് സെലക്ട് ചെയ്യുന്നത്. അല്ലാതെ എന്റെ ഇഷ്ടത്തിനൊന്നും ഞാൻ ആരെയും സെലക്ട് ചെയ്യുന്നില്ല കേട്ടോ. നമ്മൾ വിന്നറിനെ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ കുറെ പേര് കമന്റ്സിൽ അങ്ങനെ പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ സബ്സ്ക്രൈബേഴ്സിന് എല്ലാവരും എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് നമുക്ക് പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നമ്മൾ സെലക്ട് ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ ഗീവ് അവേയിൽ വിന്നർ ആവാനായിട്ട് കുറച്ച് ടിപ്സ് ഒക്കെ കിട്ടിയില്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫ്ലോപ്പ് ആയിട്ടുള്ള ഡ്രോയിങ്.